ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് മണി പ്ലാന്റിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നഴ്സറികളിൽ നിന്നും ഒക്കെ വാങ്ങുമ്പോൾ ഒരുപാട് പൈസ കൊടുത്തിട്ട് നമ്മൾ ഡിഫറെൻറ്റ് കളേഴ്സ് വാങ്ങാറുണ്ട്. ഗ്രീൻ മാത്രമുള്ളതിനും ഡിവൈൻ മണി പ്ലാന്റ് എന്ന് പറയും. നല്ല റേറ്റാണ്, അത്യാവശ്യം നല്ല റേറ്റ് കൊടുത്തേ പറ്റും. അപ്പോൾ ഇതുപോലെ ഓറഞ്ച് ഒന്ന് യെല്ലോ ഗ്രീൻ ഷെയ്ഡൊക്കെ ഉള്ളതിന് പ്രത്യേകം അവർ കവറിലാക്കി വെക്കുമ്പോൾ അതിനനുസരിച്ച് റേറ്റ് കൊടുക്കേണ്ടി വരും. നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ടാക്കിയെടുക്കാവുന്ന കാര്യമുള്ളൂ. ഞാനത് എക്സ്പെരിമെൻ്റൽ വൈസ് തെളിയിച്ച കാര്യമാണ്. ഞാൻ എങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചതെന്ന് ഞാനിതിൻ്റെ ഒരു വീഡിയോയുടെ ക്ലൈമാക്സിൽ ഞാൻ പറയാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റെമ്മ് നോക്കി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇതിൻ്റെ ലീഫ് പാറ്റേൺ എങ്ങനെയായിരിക്കുമെന്ന്. ഫുൾ ഗ്രീൻ ആയിട്ടുള്ള സ്റ്റെമ്മിൽ ലീഫ് മിക്കവാറും ഒക്കെ ഗ്രീനിഷ് ആയിട്ടുള്ള ലീവ്സ് ആയിരിക്കും കിട്ടുന്നത്. ഇത് കണ്ടില്ല, ഇത് മാർബിൾ ടൈപ്പാണ്. അപ്പോൾ ഇതിന് അത്യാവശ്യം 300-400 ഇടയ്ക്ക് റേറ്റ് വരുന്നൊരു പ്ലാന്റാണ്. പ്ലാന്റ് അല്ല, ആ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതുപോലെ ഡിഫറെൻറ്റ് കളേഴ്സിൽ നിന്നും ഒരുപാട് കാശ് ഈടാക്കുന്നവരാണ്. നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഇതുണ്ടാക്കിയെടുക്കാം. കളർ വെറൈറ്റി ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ സ്റ്റെമ്മിൻ്റെ കളറും ലീഫിൻ്റെ കളറും കൂടെ ശ്രദ്ധിച്ചതിന് ശേഷമാണ് നമ്മളിതിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ ഇട്ടിരുന്നൊരു വീഡിയോയുടെ ഭാഗമാണ്. അപ്പോൾ അതിൽ ഞാൻ ഇതിനൊക്കെ മണി പ്ലാന്റിൻ്റെ ട്രീ എങ്ങനെയല്ല എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ എവിടെയാണ് നടേണ്ട രീതി എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ഞാനത് എൻഡ് സ്ക്രീനിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കൊടുത്തേക്കാം, കണ്ടു നോക്കൂ. അപ്പോൾ ഈ ഒരു ട്രീയെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു ഫ്രഷ്നെസ് അത് വേറെ ലെവൽ തന്നെ. അപ്പോൾ ഇത് കണക്ക് ഞാൻ അതിൽ നിന്ന് കുറച്ചൊരു ഷൂട്ട് ഓടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടാൽ മനസ്സിലാവും, ഒരു ഗ്രീൻ ഷൂട്ടിൽ നിന്നാണ് ഒരു യെല്ലോ ഷൂട്ട് പുതുതായിട്ട് ജെർമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഗ്രീൻ കട്ട് ചെയ്ത് മാറ്റുകയാണെങ്കിൽ പിന്നീട് ഉണ്ടാവുന്നതെല്ലാം ഇത് കണക്ക് യെല്ലോ കളേർഡ് ലീവ്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ രീതിക്കാണ് നിങ്ങൾ ബാക്കിയെല്ലാം കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യേണ്ട ഭാഗത്ത് നിന്ന് പിന്നീടുള്ള ലീവ്സിൻ്റെ പോലെ ആയിരിക്കും ബാക്കി ലീവ്സ് എല്ലാം എമർജ് ചെയ്ത് വരുന്നത്. മെയിൻലി മണി പ്ലാന്റിൻ്റെ ലീഫിൽ 4 കളേഴ്സാണ് ഉണ്ടാകുന്നത്. വൈറ്റ് താരതമ്യേന കുറഞ്ഞു പോവും, ചിലപ്പോൾ കൂടി നിൽക്കും. അത് സൂര്യപ്രകാശത്തിൻ്റെ ലെവലിനനുസരിച്ച് മാറിയും തിരിഞ്ഞും വരാറുണ്ട്. ഗ്രീനാണ് ഏറ്റവും കൂടുതലായിട്ട് മണി പ്ലാന്റിൽ കാണാറുള്ളത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മണി പ്ലാന്റിൻ്റെ കളറിനെ ആ 4 കളേഴ്സ് വെച്ചിട്ടാണ് വെറൈറ്റി ആയിട്ട് തിരിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വൈറ്റ് ടച്ചുള്ള ഇതിന് ശരിക്കും മാർബിൾ എന്ന് പറയും, മാർബിൾ ക്യൂൻ എന്നാണ് പറയുന്നത് കടകളിൽ വരുമ്പോൾ. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള മണി പ്ലാന്റിൽ നിന്നും, നമ്മുടെ സാധാരണ നാട്ടിൻപുറത്തെ മണി പ്ലാന്റിൽ നിന്നും വേർതിരിക്കാൻ പറ്റുന്നതാണ് ഈ മാർബിൾ ക്യൂനും. കട്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ സ്റ്റെമ്മ് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു വൈറ്റ് ഷെയ്ഡ് കാണാൻ പറ്റും. നേരത്തെ കണ്ട സ്റ്റെമ്മിൽ ഫുൾ യെല്ലോ ഷെയ്ഡായിരുന്നു, അതുകൊണ്ടാണ് അതിൻ്റെ ലീവ്സിൽ നല്ല യെല്ലോയിഷ് കളറുള്ളത്. ഇതിൽ വൈറ്റ് ആയതുകൊണ്ട് തന്നെയാണ് വൈറ്റ് ഷെയ്ഡ് ഉണ്ടായത്. പിന്നീട് ഇത് കണക്ക് ഞാൻ ബാക്കിയുള്ള കളേഴ്സ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു 6 വെറൈറ്റി കളേഴ്സ് ഇതിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഈസി ആയിട്ട് നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഈസി ആയിട്ട് മാർബിൾ ക്യൂനും മറ്റ് എല്ലാ വെറൈറ്റീസും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ 6 വെറൈറ്റി ഞാൻ ഇതുവരെ സെലക്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ പ്ലാന്റിങ് മെത്തേഡും കൂടെ കുറച്ച് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കിത് കറക്റ്റ് റിസൾട്ട് കിട്ടും. അപ്പോൾ പിന്നീട് ഞാനിത് വാട്ടറിൽ വെച്ചിട്ട് നോക്കിയായിരുന്നു കേട്ടോ. വാട്ടറിൽ വെച്ച് നോക്കുന്നവരാണെങ്കിലും ഒരു പ്രശ്നവുമില്ല, വാട്ടറിൽ ഇരുന്നാലും ലീഫിലൊന്നും ഒരു വ്യത്യാസം വരത്തില്ല. ഇപ്പം നമ്മൾ കട്ട് ചെയ്തേക്കുന്ന ലീഫ് എങ്ങനെയാണോ അതുപോലെ ഇനി അതിൻ്റെ ബാക്കി ഷൂട്ട്സ് ഉണ്ടാവും. അപ്പോൾ ഞാൻ പോട്ടിങ് ചെയ്യാൻ പോവുകയാണ്. ഒരു 6 എണ്ണം എടുത്ത് 4 എണ്ണേ പോട്ടായിട്ടുള്ളതെന്നുള്ള 2 എണ്ണം കപ്പാണ് എടുത്തേക്കുന്നത്. അപ്പോൾ മണ്ണ് നിറയ്ക്കുന്ന സമയത്ത് മണ്ണ് ഫുള്ളായിട്ട് നിറയ്ക്കുന്നില്ല, 1/4 ഭാഗം മണ്ണ് നിറച്ചിട്ട് പ്ലാന്റ് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. ഇനി വെക്കുന്നത് ചകിരിയാണ്. ചകിരിയും ചകിരിച്ചോറുമാണ് ഇതിനകത്ത് കൂടുതലായിട്ടും വേണ്ടത്. എന്നാലേ ഇതിനുള്ള ഒരു മോയ്സ്ചറും മറ്റ് ഹ്യൂമിഡിറ്റിയും എല്ലാം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഞാനിത് ചകിരിച്ചോറ് നന്നായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചകിരി വെക്കുന്നതിൽ ഗുണം ഒരുപാടുണ്ട്. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴായാലും ഈർപ്പം അതിൽ തന്നെ നിൽക്കാനും സഹായിക്കും. അതിൻ്റെ ഒരു പ്രൊട്ടക്ഷനും മറ്റ് ജന്തുക്കളും ഒന്നും അതിനെ അറ്റാക്ക് ചെയ്യാതെ ഒക്കെ ഇരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 6 വെറൈറ്റി ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യത്തത് നേരത്തെ തന്നെ കാണിച്ചിട്ടുണ്ടല്ലോ, ആ മാർബിൾ ക്യൂൻ്റെ തന്നെയാണ്. മാർബിൾ ക്യൂൻ, മാർബിൾ പ്രിൻസ്, അങ്ങനെ ഒരുപാട് ടൈപ്സ് ഉണ്ട്. ഇനി ഓരോന്നായിട്ട് കാണിച്ചു തരാം. നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു മാർബിൾ ക്യൂൻ്റെതാണ്. മാർബിൾ ക്യൂനൊക്കെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് കാണാം. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ പറയേണ്ടതായിട്ടൊന്നുമില്ല. വൈറ്റ് ടച്ച് കൂടുതലായിട്ടുള്ളത് കൊണ്ടാണ് ഇതിന് മാർബിൾ ക്യൂൻ എന്നും പറയുന്നത്.
അപ്പോൾ ഇനി രണ്ടാമത്തേത്, ഇത് മാർബിൾ പ്രിൻസ് ആണ്. യെല്ലോ കളറാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഇത് കറക്റ്റ് ഒരു മാർബിൾ, നമ്മൾ തറയിലിട്ടിരിക്കുന്ന മാർബിളിൻ്റെ ഒരു ലുക്ക് ഉള്ളതുകൊണ്ടാണ് ഇതിന് മാർബിൾ എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ ഒരുപാട് കളേഴ്സ് വാരി പൂശിയ ഒരു ലുക്കാണ് ഈ ആശാന്. നല്ല ഭംഗിയുണ്ട്. യെല്ലോയും ഗ്രീനും വൈറ്റും ഒരേപോലെ കോമ്പിനേഷനിൽ വന്നിരിക്കുന്നത് കൊണ്ടാണ് അത്ര ഭംഗി ഇതിന് കാണാൻ. ലീവ്സ് എല്ലാം ഇതുപോലെ ഇനി കൂടുതലായിട്ട് വളരുമ്പോഴും ഇതുപോലെ തന്നെയാണ് വളരുന്നത്. അപ്പോൾ അടുത്ത പ്ലാന്റ് ഇതാണ്. ഇതിൻ്റെ പെക്യുലാരിറ്റി ആയിട്ട് ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലീഫ് കുറച്ചുകൂടെ ഹാർട്ട് ഷേപ്ഡ് ആണ്. അപ്പോൾ ഇതിങ്ങനെ കിട്ടാൻ കാരണം ഞാൻ ഇതിൻ്റെയൊക്കെ തുമ്പെല്ലാം എടുത്തത് കൊണ്ടാണ് ഹാർട്ട് ഷേപ്പിന് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ തന്നെ ആയിരിക്കും ഇനി അങ്ങോട്ട് വളരുമ്പോഴും ഇതിൻ്റെ ലീഫ് ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഈ പ്ലാന്റ് കൊണ്ടുപോകും. അപ്പോൾ ഏകദേശം ഒരു പ്ലാസ്റ്റിക് ടച്ച് പോലെ വരുന്ന ഒരു ലീഫാണിതിന്. ഗ്രീനും യെല്ലോയും കോമ്പിനേഷനാണിത്. സ്റ്റെമ്മ് നല്ല യെല്ലോയിഷ് കളറായതുകൊണ്ടാണ് ലീഫിനും ഇത്രയധികം യെല്ലോ കാണുന്നത്. ഇത് ഗ്രീനാണ്. ഡിവൈൻ പോത്തോസ് അല്ലെങ്കിൽ ഡിവൈൻ മണി പ്ലാന്റ് എന്നൊക്കെ പറയുന്ന ഇനമാണിത്. അപ്പോൾ ഇത് നമ്മുടെ തന്നെ മണി പ്ലാന്റിൻ്റെ ഭാഗമായിട്ട് വളരുന്നൊരു സ്റ്റെമ്മായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെച്ചപ്പോൾ ഇനി ഇതിനകത്തു നിന്ന് വരുന്ന ഷൂട്ട്സ് എല്ലാം ഇതുപോലെ തന്നെ വളർന്ന് ഡിവൈൻ പോത്തോസ് ആയിട്ട് മാറും. നേരത്തെ കണ്ട മാർബിൾ ക്യൂനുമായിട്ട് നല്ല സാമ്യമുള്ള ഒരു ലീഫിംഗ് പാറ്റേൺ ആണ് ഇതിന്. പക്ഷേ ഇതിൽ കൂടുതലും വൈറ്റാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. ഗ്രീനും യെല്ലോ കുറവും, പകരം വൈറ്റ് കൂടുതലുമാണ് ഇതിൽ. നേരത്തെ കണ്ടതിനകത്ത് യെല്ലോ കൂടുതലായിരുന്നു. യെല്ലോയും ഗ്രീനും വൈറ്റും ഒരേപോലെയായിരുന്നു. ഇനി ഇത് ലാസ്റ്റ് വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ലീവ്സ് കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. അത്യാവശ്യം ഒരു എലാസ്റ്റിസിറ്റി മോഡലൊക്കെ ഉള്ളൊരു പ്ലാന്റാണ്. കൂടുതലും യെല്ലോയും ഗ്രീനുമാണ്. അപ്പോൾ ഇതിൻ്റെ ലീഫിൽ നല്ല വ്യത്യാസമുള്ളതുകൊണ്ട് ഇതും ഞാൻ പുതിയതായിട്ടൊരു പോട്ടിങ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ 6 വെറൈറ്റി പ്ലാന്റ്സ് ആണിത്. ഇതിൻ്റെ ലീഫിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പല പല ലീഫിങ് പാറ്റേൺ ആണെന്ന്. അപ്പോൾ ഇതുപോലെ നല്ല ഈസി ആയിട്ടാണ് നഴ്സറികളിലും അവർ ചെയ്തെടുക്കുന്നത്. നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതെന്ന് മാത്രം. ആദ്യമേ പറഞ്ഞില്ല ഞാൻ എക്സ്പെരിമെൻ്റൽ വൈസ് തെളിയിച്ചതാണെന്ന്. ഞാൻ ചെയ്ത എക്സ്പെരിമെൻ്റ് ഇതായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു ഷൂട്ട് കിട്ടിയപ്പോൾ, ഗ്രീൻ ഷൂട്ട് കിട്ടിയപ്പോൾ ഞാനത് വെള്ളത്തിലിറക്കി വെച്ചു. പിന്നീട് വളർന്നു വന്ന ലീവ്സാണിത്. അപ്പോൾ അന്നേരം ഞാൻ സക്സസ്ഫുള്ളി തെളിയിച്ചതാണ്. ഇതിൽ നിന്നുണ്ടാവുന്ന ലീവ്സ് എല്ലാം നമ്മൾ ആദ്യം ഇറക്കി വെച്ച ലീഫിൻ്റെ അതേ പാറ്റേണിലായിരിക്കും. പിന്നീടുണ്ടായ ചെറിയ ചെറിയ ലീവ്സും എല്ലാം ഗ്രീൻ കളർ തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ശ്രമിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഈ ലീഫ് ഇത് വെള്ളത്തിലിറക്കി വെക്കുമ്പോൾ ചെയ്ത ഒരു വീഡിയോ ഉണ്ട്. അത് ഞാൻ എൻ സ്ക്രീനിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കൊടുത്തേക്കാം. അത് കയറി കണ്ടു നോക്കിയാലും മനസ്സിലാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കടകളിൽ നിന്നും വെറൈറ്റി മണി പ്ലാന്റ്സ് കാശ് കൊടുത്ത് കളയാതെ ഇതുപോലെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു പ്ലാന്റ് ക്രാഫ്റ്റുമായിട്ട് വീണ്ടും കാണും വരെ ബൈ ബൈ.